ഇന്നത്തെ വീഡിയോയിൽ അതിരപ്പള്ളി വാൽപ്പാറയിൽ ചെറിയൊരു ഡ്രൈവാണ് പോകുന്നത്. സാധാരണയായിട്ട് ഈ വഴി ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് പോകുന്ന സ്ഥലം ഇതുവരെ പോവാത്തതാണ്. വാൽപ്പാറയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത്. എത്ര പ്രാവശ്യം കണ്ടാലും അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇങ്ങനെ നോക്കി നിന്ന് പോകും. വെള്ളം കുറവാണെങ്കിൽ കൂടെ അതിൻ്റെ മനോഹാരിത ഒന്ന് വേറെ തന്നെയാണ്. ഫസ്റ്റ് സൈറ്റിംഗ് തന്നെ മലയണ്ണാൻ്റെയാണ്. കശുമാങ്ങയും ചക്കയൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് അവിടെ ധാരാളം മലയണ്ണന്മാർ ഉണ്ടാവും. ഞങ്ങൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു 8 മണി ഒക്കെ ആയപ്പോഴേക്കും അതിരപ്പള്ളിയിലേക്ക് എത്തി. നല്ല രീതിയിൽ അനിമൽ പ്രസൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ വഴി പോകാനായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. അതിരപ്പള്ളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും മലക്കപ്പാറയിൽ നിന്നും 6 മണിക്ക് മുമ്പേ കാട് നിന്നും തിരിച്ച് ഇങ്ങോട്ട് വരണമെന്നുള്ളൊരു റെസിപ്റ്റ് തരും. ഈ റെസിപ്റ്റ് നമ്മൾ മലക്കപ്പാറ ചെന്ന് കൊടുക്കും വേണം. അടുത്ത സൈറ്റിംഗ് കിട്ടിയത് മയിലിൻ്റെയാണ്. ഇത് നമ്മുടെ കാറിൻ്റെ അടുത്തൊക്കെ വന്ന് നിന്നിരുന്നു. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ റെസിപ്റ്റ് കൊടുക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ അവിടുത്തെ തേയിലത്തോട്ടങ്ങൾ കണ്ടപ്പോൾ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പം നമ്മളിന്ന് പോകുന്നത് നല്ലമുടി വ്യൂ പോയിന്റ് കാണാനായിട്ടാണ്. എല്ലാവരും വാൽപ്പാറയ്ക്ക് പോകുമ്പോൾ മിസ്സാകുന്ന ഒരു സംഭവമാണ് ഈ നല്ലമുടി വ്യൂ പോയിന്റ്. വാൽപ്പാറയിലേക്ക് എത്താനായിട്ട് ഷോളയാർ ഡാം വഴി പോകുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് റൂട്ട് നല്ലമുടി വഴി പോകുന്നതാണ്. നല്ലമുടി വ്യൂ പോയിന്റ് കൂടെ കണ്ടിട്ട് അവിടെ നിന്നും നമുക്ക് 1-2 കിലോമീറ്ററിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതുവഴി പോകുന്നതാണ് വാൽപ്പാറയ്ക്ക് എത്താനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റൂട്ട്. നല്ലമുടി വ്യൂ പോയിന്റിലേക്ക് ഇനി 10 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോഴാണ് ഞങ്ങൾക്ക് ആ കാഴ്ച കിട്ടിയത്, നമ്മുടെ കാട്ടുപോത്തിൻ്റെ കാഴ്ച. ആദ്യം കാണുമ്പോൾ നമുക്ക് പാറയാണെന്ന് തോന്നുമ്പോഴും അവനങ്ങ് തലയുയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ഘടോത്കടിയൻ തന്നെയാണ് അവൻ. അത്യാവശ്യം നല്ല സൈസുള്ള കാട്ടുപോത്താണ്. പക്ഷെ അത്ര അഗ്രസീവ് ഒന്നല്ല കേട്ടോ. ഫുഡ് കഴിക്കുന്ന തിരക്കിലായിരുന്നു. ആള് നമ്മളെ കണ്ടിട്ടും വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള കാട്ടുപോത്താണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോയിട്ട് ഇവരാരെയും ആക്രമിക്കില്ലെങ്കിലും കാട്ടിൽ കയറിയാൽ അത്യാവശ്യം പേടിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ കാട്ടുപോത്ത്. നമ്മുടെ കാടുകളിലെ രാജാവായ കടുവകൾ പോലും കാട്ടുപോത്തിന്റെ ആക്രമണം കൊണ്ട് മരിക്കാറുണ്ട്. അവിടെ നിന്നും നല്ലമുടിയിലേക്ക് വീണ്ടും യാത്ര തുടങ്ങി. അവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് അല്ല, ഈ ടൂറിസ്റ്റുകളെ കടത്തിവിടാനായിട്ട് ഒരു ഫോറസ്റ്റ് ഓഫീസർ ഇരിക്കുന്നുണ്ട്. അവിടെ 50 രൂപ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. കാരണം വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം അല്പദൂരം നടക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ നടക്കാനായിട്ട്. മമ്മിയൊക്കെ വയസ്സായിട്ടുള്ള മമ്മിയൊക്കെ കയറി. ഈ നല്ലമുടി വ്യൂ പോയിന്റിൽ നിന്നുണ്ടല്ലോ ആനമലൈ ഹിൽസ് റേഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പനോരമിക് വ്യൂ നമുക്ക് കിട്ടും. സമുദ്രനിരപ്പിൽ നിന്നും 1400 മീറ്റർ ഉയരത്തിലാണ് നല്ലമുടി വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ വ്യൂ പോയിന്റ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ടീ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്. അതാണ് നമ്മൾ വന്ന വഴി. പക്ഷെ ടൂറിസ്റ്റുകൾ കൂടിയപ്പോഴാണ് തോന്നുന്നത് ഫോറസ്റ്റുകാർ ഇത് ഏറ്റെടുത്തിട്ട് അവരൊരു ഫീസൊക്കെ ഈടാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അവിടെ ഒരു അമ്മൻകോവിലുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും കൂടെ കണ്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. 100 മീറ്റർ മാത്രമേ ഉള്ളൂ. അമ്പലമായിട്ട് പണിതിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു പാത്രത്തിൽ ഭസ്മവും ചന്ദനവും ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കല്ല്, 2-3 കല്ല് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് പൂ വെച്ചിട്ടുണ്ട്, ശൂലം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെടിയുമ്പോൾ നിറയെ കല്ല് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ചു കയറി ഈ മൗണ്ടെയിൻ വ്യൂസ് ഒക്കെ ഒന്ന് ആസ്വദിച്ച് ഒരുപാട് നേരം അവിടെ വിശ്രമിച്ച ശേഷമാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. നമ്മൾ ഈ നല്ലമുടി വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് കയറി വന്നിട്ടുള്ള തേയിലത്തോട്ടം ഉണ്ടല്ലോ, അത് ഷോളയാർ ടീ എസ്റ്റേറ്റ് ആണ്. 1000 ഏക്കറോളം ഉണ്ട് ഈ ടീ എസ്റ്റേറ്റ്. പിന്നെ ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത് എന്താണെന്നറിയോ,
വേൾഡിലെ തന്നെ ISO 9001 സർട്ടിഫൈഡ് ടീ എസ്റ്റേറ്റ് ആണ് ഈ ഷോളിയാർ ടീ എസ്റ്റേറ്റ്. ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തേത്. ഈ കാണുന്ന ടീ ഫാക്ടറി അവരുടെയാണ് കേട്ടോ, ജയശ്രീ ടീ ഫാക്ടറി. ശരിക്കും ഇത് ബിർള ഗ്രൂപ്പിൻ്റെ ആണ്. അവർക്ക് അവിടെ സെയിൽസ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വാൽപ്പാറ ടൗണിലെത്തി. അവിടെ ശ്രീലക്ഷ്മി മെസ്സിലേക്കാണ് പോയത്. ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കയറാറ്. മുമ്പ് ഇത് വളരെ ചെറിയൊരു മെസ്സായിരുന്നു. ഇപ്പോൾ അവരതൊക്കെ വലുതാക്കി അത്യാവശ്യം നല്ല നീറ്റാക്കി. ഫ്രൈഡ് റൈസും ചെട്ടിനാട് ചിക്കൻ കറിയാണ് പറഞ്ഞത്. ഈ ചിക്കൻ കറിക്ക് നമ്മുടെ നാട്ടിൽ വയ്ക്കുന്ന കോയും കുമ്പളങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ മല്ലിയിലയുടെ ടേസ്റ്റിൻ്റെ അതിപ്രസരം ഉണ്ടായിരുന്നു. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൂഴങ്ങൾ റിവർ കാണാനായിട്ട്. ഇതൊരു സ്ലോ ഫ്ലോയിങ് റിവറാണ്. ഇവിടുത്തെ പെപ്പിൾ സ്റ്റോൺ ബോട്ടമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ചുറ്റുമുള്ള ആ ഗ്രാസി സറൗണ്ടിങ്സും തേയിലത്തോട്ടവും ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഷോളിയാർ ഡാം വഴിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. എപ്പോഴും വെള്ളം നിറഞ്ഞു കിടന്ന് മാത്രമേ ഞങ്ങൾ ഈ ഡാം കണ്ടിട്ടുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഒട്ടും വെള്ളമില്ലാതെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡാമിൽ ഇറങ്ങിയിട്ടില്ല. തിരിച്ചു പോരുമ്പോഴാണ് ഒരു കൂട്ടം സിംഹവാലൻ കുരങ്ങന്മാർ റോട്ടിൽ നിൽക്കണ്ടായിരുന്നത്. വണ്ടി കണ്ടതും അവന്മാർ ചാടി ഓടി മരത്തുമ്മ പിടച്ചു കയറി. എന്തായാലും ഇവരായിരുന്നു നമ്മളുടെ ഈ ട്രിപ്പിലത്തെ ഏറ്റവും അവസാനത്തെ സൈറ്റിങ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.